സിനിമാ നടി ഹണി റോസിന്റെ പരാതിയിലെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ശക്തമായ നടപടി തുടങ്ങി. കഴിഞ്ഞ ഞായറാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ അവമാനിക്കുന്നവർക്കെതിരായി ഒരു പരാതി നടി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. സെൻട്രൽ പോലീസ് സ്റ്റേഷൻ SHO ഇൻസ്പെക്ടർ അപ്പോൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു. തിങ്കളാഴ്ച ഇന്നലെ ഹണി റോസ് നേരിട്ടെത്തി മൊഴി കൊടുക്കുകയുണ്ടായി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ 30 അക്കൗണ്ടുകളോളം പോലീസ് പരിശോധിച്ചു. 30 അക്കൗണ്ടിലെ വ്യക്തികളാണ് അവരെ മോശമായി അശ്ലീല ഭാഷയിൽ കമൻറ്റുകൾ ഇട്ടത്. ആ 30ഓളം ആൾക്കാരുടെ ജീവിത രീതി അങ്ങനെ തന്നെ സ്ത്രീത്വത്തെ അവമാനിക്കുകയും അവരെ അവഹേളിക്കുകയും അവരുടെ പറ്റി മോശമായ കമൻറ്റുകൾ തുടർച്ചയായിട്ട് ഇവർ അക്കൗണ്ടിൽ കൂടെ ഇടുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഹണി റോസ് ഇത് സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ എവിടെ ഫംഗ്ഷന് പോയാലും ആൾക്കാർ ക്യാമറയും മൊബൈൽ ഫോണും ഉപയോഗിച്ച് അവരുടെ പിന്നാലെ കൂടും. അവരുടെ ശരീരത്തിന് ചില ഭാഗങ്ങൾ മാത്രം ഷൂട്ട് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുന്നത് കാണാം. അവർ 2 വർഷമായിട്ട് ഇതേപ്പറ്റി അവർക്ക് വളരെയധികം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി. എന്തായാലും രണ്ടും കൽപ്പിച്ച് അവർ രംഗത്ത് വന്നു. നല്ല കാര്യം. തൻ്റെ ഇടത്തോടെ രംഗത്തെത്തിയിരിക്കുകയാണ്. പോലീസിൽ കേസ് കൊടുത്തു. ആ കേസ് അടിസ്ഥാനത്തിൽ BNS 75 പ്രകാരവും അതുപോലെ തന്നെ IT Act 67 പ്രകാരവും ആണ് ആ കേസ് എടുത്തിരിക്കുന്നത്. ഒരാളെ കുമ്പളത്തുള്ള ഷാജി 60 വയസ്സുകാരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ നിന്ന് അയാളെ ജാമ്യത്തിൽ പോവുകയും ചെയ്തു. ജാമ്യം കൊടുത്തെങ്കിലും അടുത്ത ദിവസം കോടതിയിൽ ഹാജരാകാൻ കോടതി നിഷ്കർഷിച്ചിട്ടുണ്ട്. ശക്തമായ നടപടിയിലേക്കാണ് പോകുന്നത്. 3 വർഷം മുതൽ 7 വർഷം വരെ തടവും. അതോടൊപ്പം തന്നെ 67 IT Act അനുസരിച്ച് 10 വർഷവും തടവ് കിട്ടാവുന്ന സംഭവമാണ് ഈ 30 പേരും കാണിച്ചിരിക്കുന്നത്. പലരും അവരുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. അത് നമുക്ക് കാണാൻ സാധിക്കില്ല. എങ്കിലും അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അതിന് ചുവട്ടിൽ കമൻ്റ് ഇട്ടവരെല്ലാവരും കുഴുങ്ങും. മോശമായ കാര്യം കമൻ്റ് ഇട്ടവരെയാണ് 30 പേരെ കണ്ടെത്തിയിരിക്കുന്നത്. ആ 30 പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്യും. ബാക്കി 27 പേര് അവര് എറണാകുളംകാരല്ലെന്ന് തോന്നുന്നു. അവർ മറ്റ് ജില്ലകളിലും മറ്റ് സ്ഥലങ്ങളിലുള്ളവരാണ്. അവരൊക്കെ മുങ്ങിക്കഴിഞ്ഞു. അതെന്തോ ആയിക്കോട്ടെ, അവരെ ട്രേസ് ചെയ്യും. അവർ ഡിലീറ്റ് ചെയ്താലും ശരി, അതൊക്കെ റിട്രീവ് ചെയ്ത് പോലീസ് എടുക്കും. ആ 30 പേർക്കും നല്ല പണി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ ബോൾഡായിട്ട് തന്നെയാണ് ഹണി റോസ് ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നതും ആ കാര്യത്തിൽ പോലീസ് മുമ്പിൽ ഹാജരായി മൊഴി കൊടുത്തതും. അതുകൊണ്ട് നോൺ ബെയിലബിൾ സെക്ഷൻ ഇട്ട് കേസ് വന്നു കഴിഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിൽ വൾഗറായ കമൻ്റ് ഇടുകയും ഏത് വിഷയത്തെ പറ്റിയും വളരെ മോശമായി സ്ത്രീകളെ അവമാനിക്കുകയും കുട്ടികളെ അവമാനിക്കുകയും ചെയ്യുന്ന ധാരാളം ആൾക്കാർ, ചെറുപ്പക്കാരല്ല, വളരെ പക്വതയുള്ള നമ്മൾ വരുന്ന 60-65 വയസ്സുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള കമൻ്റ് ഇടുന്നത്. നമുക്കിപ്പോൾ അറസ്റ്റ് ചെയ്ത ആൾ 60 വയസ്സുകാരനാണെന്ന് വിചാരിച്ചോ. ജീവിതത്തിന്റെ നല്ല ഭാഗവും കഴിഞ്ഞിരിക്കുന്ന ആളൊക്കെയാണ് ഈ വൾഗറായിട്ട് ചിന്തിക്കുകയും വൾഗറായിട്ട് കമൻ്റ് ഇടുകയും വൾഗർ ജീവിതം നിരത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഡെറോഗേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തീർച്ചയായിട്ടും അപമാനകരമാണ്. അതിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ശിക്ഷകളെപ്പറ്റി പറയുന്നുണ്ട്. IT Act അനുസരിച്ചും അത് ഇലക്ട്രോണിക്സ് മീഡിയത്തിൽ കൂടിലെ ഇതേ രീതിയിലുള്ള വേൾഡ് മുഴുവൻ പോകുന്ന രീതിയിൽ യൂട്യൂബിൽ കൂടെയും ഇലക്ട്രോണിക് മീഡിയ കൂടെയും ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ അത് 10 വർഷം വരെ തടവും ഉണ്ടാവും. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലരും മ്ലേച്ഛമായ പദങ്ങൾ വീടുകളിലും സമൂഹത്തിലും ആളുകൂടുന്നിടത്തൊക്കെ ഉപയോഗിക്കുന്നത്. അതിനൊക്കെ എന്തായാലും ഒരു തിരിച്ചടി ഉണ്ടാവും. ഇപ്പോൾ ഇലക്ട്രോണിക്സ് മീഡിയത്തിൽ കൂടെ വന്നതുകൊണ്ടാണ് അതിശക്തമായ നടപടിയെടുക്കാൻ നമുക്ക് കഴിയുന്നത്. മറ്റേത് സാധാരണഗതിയിൽ ഇങ്ങനെ ഡെറോഗേറ്ററി സ്റ്റേറ്റ്മെന്റ് പറയുന്നവർ സാധാരണ ആ സമയത്ത് പെട്ടെന്നുണ്ടാകുന്നതാകുമ്പോൾ ചിലപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല, എവിഡൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോഴേ ഹണി റോസിന്റെ നീക്കം അതിശക്തമാണ്. അതിനകത്ത് അമ്മ പോലെയുള്ള സംഘടനകൾ പിന്തുണ കൊടുത്തു കഴിഞ്ഞു. നല്ല കാര്യം. അമ്മയുടെ ശക്തമായ പിന്തുണ ഇവർക്കുണ്ട്. സിനിമാ നടന്മാരും ചില പോലീസ് ഓഫീസേഴ്സും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നു. ഇതെന്തായാലും സമൂഹത്തിൽ നിന്ന് മലയാളികളെ തീർച്ചയായിട്ടും സമൂഹത്തിൽ നിന്ന് ഇതുപോലെയുള്ള ചിന്തകളും ഇതുപോലുള്ള കമൻറ്റുകളും ഇതുപോലെയുള്ള വൾഗാരിറ്റിയും ഒക്കെ നമ്മൾ പ്രദർശിപ്പിക്കാൻ പാടില്ല. അങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അത് ഇടാൻ പാടില്ല. അത് തന്നെയല്ല, പല ആൾക്കാരും സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ
അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറയുകയും അത് റെക്കോർഡ് ചെയ്തിട്ട് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണാം. ഹണി റോസിന്റെ ചില ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് അത് മാത്രം ഷൂട്ട് ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതും ഒരു പതിവായിട്ടുണ്ട്. കാരണം അവർക്ക് അറിയില്ല, അവരെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ ആൾക്കാർ അവരുള്ള ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ടായിരിക്കാം ക്യാമറ ഉപയോഗിച്ചും മൊബൈൽ ഫോൺ ഉപയോഗിച്ചും നിരന്തരമായ ഫോട്ടോ എടുക്കുന്നത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ തൻ്റെ ഏത് ഭാഗത്തിലാണ് അവർ ഫോട്ടോ എടുക്കുന്നത് അവർക്കറിയില്ല. അത് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്കത് മനസ്സിലായത്. അത് തന്നെ നിൽക്കും, താനെ നിന്ന് പൊക്കോളും എന്ന് കഴിഞ്ഞ 2 വർഷവും അവർ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. പക്ഷേ എങ്കിലും അത് വർദ്ധിച്ചു വരുന്നതല്ലാതെ കുറയുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരിപ്പം അതിശക്തമായ നടപടി സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തപ്പം തന്നെ 30 പേരുടെ പേര് വന്നു കഴിഞ്ഞു. ഇനി അതിനകത്ത് തീർച്ചയായിട്ടും പേരുകൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യയുടെ ഏത് ഭാഗത്തായാലും അവരെ പോലീസ് അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇതൊരു പാഠമായിരിക്കട്ടെ മലയാളികൾക്കും ചെറുപ്പക്കാർക്കും വലിയവർക്കും എല്ലാവർക്കും ഇത് പാഠമായിരിക്കും. ഒരിക്കലും നമ്മൾ സ്ത്രീത്വത്തെ അവമാനിക്കാൻ പാടില്ല, ഡെറോഗേറ്ററി സ്റ്റേറ്റ്മെന്റ് ഇടാൻ പാടില്ല, ഒരാളെ മോശമായ മലയാള പദങ്ങൾ ഉപയോഗിച്ച് അവഹേളിക്കാൻ പാടില്ല. പുരുഷനായാലും ശരി, സ്ത്രീ ആയാലും ശരി, ഇതെല്ലാവരും ശ്രദ്ധിക്കണം. കുട്ടികളും ഇത് ശ്രദ്ധിക്കണം.